Assalamualaikum, welcome to Rosmin's Kitchen. Hi friends, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചീസ് ജെല്ലി കേക്കുമായിട്ടാണ്. ഞങ്ങൾക്ക് കുക്കൊന്നും ചെയ്യാണ്ട് ഓവണൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് നല്ലൊരു ചീസ് ജെല്ലി കേക്ക് ഉണ്ടാക്കാം. ഇതിൽ ജെല്ലി ഉണ്ട്, ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരുവിധ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവരാറുള്ളത്. ചീസും ജെല്ലിയും ബിസ്ക്കറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് കേക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ജെല്ലി ചീസ് കേക്കാണിത്. നമുക്ക് ഓവണൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ചീസ് ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാല്ലാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കുക. അതിന് ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്കൊക്കെ എടുക്കുക. ഞാൻ ചോക്ലേറ്റ് കേക്ക് എടുത്ത് അപ്പോൾ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തി. അങ്ങനത്തെ ബിസ്ക്കറ്റ് എടുക്കുക, നല്ല ക്രഞ്ചി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് നന്നായിട്ട് പൊടിച്ച് നമ്മളിതിൽ ബട്ടറൊന്നും ചേർക്കുന്നില്ല. എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ട്രേയിലിട്ടിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് അടച്ച് നന്നായിട്ടൊന്ന് അടന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് അതിൻ്റെ സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. അതിന് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. 150 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അത് എഗ് ബീറ്റർ നന്നായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കാൻ. 1/2 കപ്പ് ഐസിങ് ഷുഗർ, പൊടിച്ച പഞ്ചസാര അതും കൂടി ഇടാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് നിങ്ങൾക്ക് മധുരത്തിന് കൂടുതൽ കുറയ്ക്കുകയെന്ന് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ മാറ്റി വെക്കാൻ. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ്. അപ്പം വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ നമ്മൾ വേറൊരു ബൗളിലിട്ടിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 1 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ, നല്ലൊരു തിക്കാക്കി എടുക്കാൻ. അപ്പം നമുക്കൊരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നന്നായിട്ട് തിക്കാകുന്നവരെ നന്നായിട്ട് ബീറ്റർ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീനട്ട് ബിസ്ക്കറ്റാണ്. അതിൻ്റെ ക്രീം മാത്രം ഇട്ട് കൊടുക്കാൻ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ക്രീം അതിനുള്ളിലെ ക്രീമും അതിലിപ്പോൾ ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. നമുക്ക് ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്രീമുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. ഇപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീനട്ടിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും. അപ്പം നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നതിന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എഗ് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വാനില എസൻസ് കൊടുത്തിട്ടുണ്ട്. 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയും ബ്ലണ്ട് വെച്ച് നന്നായിട്ട് നടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ഓറിയോ ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓറിയോ ബിസ്ക്കറ്റും കുറച്ചും കൂടി ടേസ്റ്റുള്ള സാധനം. അപ്പം നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റൊക്കെ ചേർക്കാം. അപ്പോൾ അത് ഇന്നത് ബിസ്ക്കറ്റിന് വേണമെന്നൊന്നുമില്ല. അപ്പം നന്നായിട്ടൊന്നും കൂടി ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഈ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ സെറ്റായതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റും ചീസും എല്ലാം കൂടി ഉള്ളതുണ്ടല്ലോ, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള അത് ഇതിൻ്റെ മേലെ ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെറ്റ് ചെയ്യാൻ ഒരു 4-5 മണിക്കൂർ വെക്കാം. അപ്പോൾ സെറ്റാവണം. അതിന് സെറ്റാക്കിയില്ലെങ്കിൽ നമുക്കത് എടുക്കുമ്പം പുറത്തെടുക്കുമ്പോൾ ഒരു എന്താ പറയുക കേക്കിൻ്റെ സ്ട്രക്ചർ വരണം. നമ്മൾ പ്ലാസ്റ്റിക് ഇതിൽ വെച്ചിട്ട് മാറ്റി വെക്കാൻ ഫ്രിഡ്ജിൽ. ആ സമയത്ത് നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബെറിൻ്റെ ജെല്ലിയാണ്. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ. നന്നായി ചൂടായ ശേഷം നമ്മൾ എന്താക്കാൻ, ഈ ജെല്ലി ഒന്ന് സെറ്റാകാൻ വെക്കാൻ. ജെല്ലി ഒന്ന് നമുക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് മാറ്റി വെക്കാൻ. അപ്പം നമ്മൾ ഓൾറെഡി ചീസ് ജെല്ലി കേക്കിൻ്റെ സെക്കൻഡ് ലെയറും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലയിൽ ഞാൻ ഇതിങ്ങനെ ജെല്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടായിരുന്നു. അതായത് കുറച്ചും കൂടി ഭംഗി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് അതിൻ്റെ മേലയിൽ ഒഴിക്കാം. ബട്ട് എനിക്കിഷ്ടം എന്ന് വെച്ചാൽ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗി വരേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരോ പീസായിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, ചെറിയ പീസായിട്ട് വെച്ച് ഇതുപോലെ ചെയ്തു. അതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഇതിൻ്റെ നടുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ചുറ്റും നമ്മൾ സൈഡിൽ ചുറ്റും ചെയ്ത് കൊടുക്കാൻ. ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വലിയ ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഒക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എന്നിട്ട് നമ്മൾ എന്താക്കാൻ ഒരു കട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ ഒരിക്കൽ
പറ്റുമെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം, നല്ല നല്ല റെസിപ്പിയാണ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കഴിക്കാൻ പറ്റും. ഡിഫറെൻ്റ് ആണ്. അത് ജെല്ലിയും ചീസും ബിസ്ക്കറ്റിൻ്റെ ലെയറും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ആകെ ഇതിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നിങ്ങൾക്ക് ചീസിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നോർമലായിട്ട് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും